ശ്യാംജി, പാലക്കാടൻ പോര് ഇന്നലെ അവസാനിച്ചു. ഇനി അതിന്റെ ഫലം എന്താണെന്ന് അറിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. കോൺഫിഡൻസ് ലെവൽ ഇച്ചിരി സരിന്റെ മുഖത്ത് കാണാറുണ്ട്, സരിന്റെ വാക്കുകളിലും കാണാറുണ്ട്. ഇടതുപക്ഷം ജയിക്കുമെന്നൊന്ന് പറയാൻ സരിന് പറ്റില്ലല്ലോ, അല്ല ജയിക്കില്ല എന്ന് സരിന് പറയാൻ പറ്റില്ല. പക്ഷേ BJP ക്യാമ്പിന്റെയും വിലയിരുത്തൽ BJP 1ാം സ്ഥാനത്തും സരിൻ 2ാം സ്ഥാനത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ 3ാം സ്ഥാനത്തേക്കും എന്നാണ്. സരിൻ പറയുന്നു താൻ ജയിക്കുമെന്നും BJP 2ാം സ്ഥാനത്ത് വരുമെന്നും UDF 3ാം സ്ഥാനത്ത് വരുമെന്നും. പക്ഷെ UDFന്റെ നേതാക്കന്മാരുടെ ഒന്നും ശബ്ദത്തിൽ അത്ര വലിയ കോൺഫിഡൻസും കാണാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ഈ പുറമേ കണ്ടതിനും അപ്പുറത്തേക്ക് അടിത്തട്ടിൽ എന്തൊക്കെയോ നടന്നിരിക്കുന്നു. ഒന്നുകിൽ C കൃഷ്ണകുമാർ അല്ലെങ്കിൽ സരിൻ. ഇതാണ് അവിടെ പരക്കെ പറഞ്ഞു കേൾക്കുന്നത്. വോട്ടിംഗ് ശതമാനം 70-ൽ താഴെ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും വലിയൊരു പ്രബുദ്ധ ജനത വോട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. അനാവശ്യമായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് ഈ വോട്ടിംഗ് കഴിഞ്ഞ ഈ മണിക്കൂറുകളിൽ നമുക്ക് എങ്ങനെയാണ് വിലയിരുത്താൻ പറ്റുക പാലക്കാട് തെരഞ്ഞെടുപ്പിനെ? സാറിന് എന്ത് കിട്ടിയാലും നേട്ടോ? 2ാം സ്ഥാനം കിട്ടിയാലും നേട്ടോ, 1ാം സ്ഥാനം കിട്ടിയാലും നേട്ടോ, ഇനി 3ാം സ്ഥാനത്ത് വോട്ട് കൂട്ടിയാലും നേട്ടോ. സാറിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തൊരു സ്ഥാനാർത്ഥി, നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവന് വല്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടും. അത് പണ്ട് ചരിത്രാതീത കാലം മുതലുള്ള കഥകൾ പരിശോധിച്ചാൽ നഷ്ടപ്പെടാനില്ലാത്തവൻ എപ്പോഴും പോരാളിയാണ്. സാറിന് അങ്ങനെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. സാറിന് എന്ത് കിട്ടിയാലും നേട്ടമാണ്. ഒരു 2 വോട്ട് കൂടുതൽ പിടിച്ചാലും സാറിന് പറയാം ഞാൻ വന്നതുകൊണ്ടാണ് ഈ 2 വോട്ട് എനിക്ക് കൂടുതൽ കിട്ടിയത് എന്നുള്ളത്. ഈ പാലക്കാടിന്റെ ചരിത്രം ഒരു ചുവന്ന ഭൂമികയായിരുന്നു. ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള ഇടതുപക്ഷത്തിന് ജനപ്രതിനിധി നിയമസഭയിലേക്ക് ഉണ്ടായിരുന്ന മണ്ണാണ്. അതൊരു ഘട്ടത്തിലാണ് അത് UDFന്റെ ഒരു കോട്ടയായി മാറുന്നു. എന്നാൽ UDFന്റെ കോട്ടയായി നിലനിൽക്കുമ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഈ ഷാഫി പറമ്പിലെ പോലെ പ്രബലനായ ഒരു MLA ആ നാട്ടിൽ ഉണ്ടായിട്ട് പോലും BJPക്ക് മുൻകൈ കിട്ടിക്കൊണ്ടിരുന്ന ഒരു നാട് കൂടിയാണ്. അവിടെ എന്തൊക്കെ ഒരു പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്നാണ് ഇവരുടെ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മുന്നണിയും മാറി തിരിഞ്ഞും ആരോപിക്കുന്നു. BJP പറയുന്നു UDF LDF സഖ്യമുണ്ട്, UDF പറയുന്നു LDF BJP സഖ്യമുണ്ട്. ഇത് എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു വല്ലാത്തൊരു കെമിസ്ട്രി പാലക്കാടൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് സരിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ ജയിച്ചാൽ ഷാഫി പറമ്പലിന്റെ ഓഫീസിൽ പോകും, DCC ഓഫീസിൽ പോകും, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ പോകും, പിറ്റേ ദിവസം VD സതീശനെ കാണാൻ തിരുവനന്തപുരത്ത് പോകും അനുവദിച്ചാൽ. 4 കാര്യങ്ങൾ പറയുന്നു. അപ്പൊ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, അപ്പൊ MPയുടെ ഓഫീസിൽ പോകുന്നില്ലേ? VK ശ്രീകണ്ഠനെ ഞാനും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഞാൻ പിന്നെ എന്തിനാ പോകുന്നതെന്ന്. അപ്പോ സ്വാഭാവികമായും ഈ ശത്രുക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുക. ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി വന്ന് കയറുമ്പോൾ ആ ഏരിയയിലുള്ളവർക്ക് ആ അതിഥി ഒരു പൊതുശത്രുവാണ്. സരിന്റെ ആ വാചകങ്ങളിൽ സരിൻ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് ഈ പറയപ്പെടുന്ന VK ശ്രീകണ്ഠനും VT ബൽറാമും അല്ലെങ്കിൽ പാലക്കാട്ടെ നേതാക്കന്മാരായി നമ്മൾ കാണുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവിൽ അസ്വസ്ഥരായിരുന്നു എന്നും അവർ മനസ്സുകൊണ്ടെങ്കിലും സരിനൊപ്പമായിരുന്നു എന്ന് എന്തോ അവിടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. ഈ കോൺഗ്രസിനകത്ത് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ മിക്കപ്പോഴും അവർ അംഗീകരിക്കാറില്ല. കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളോട് എന്നും എല്ലാ കാലത്തും കോൺഗ്രസിലെ ഈ പറയുന്ന 2ാംകിട നേതാക്കന്മാർക്ക് എപ്പോഴും പകയാണ്. കാരണം ദീർഘകാലം ഈ ഒരു ജില്ലയിൽ ഒരു മണ്ഡലത്തിൽ അവരെ ഇറങ്ങി പണിയെടുത്ത് നടക്കുന്നത് എന്തിനാ? പെൻഷൻ കിട്ടാനാണോ? അല്ലല്ലോ. എപ്പോഴെങ്കിലും ഒരു ജനപ്രതിനിധിയാകുക, ഏതെങ്കിലും ഒരു കാലത്ത് നിയമസഭയിൽ എത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് പാലക്കാട് കൗൺസിലറെങ്കിലും ആകുക എന്ന ലക്ഷ്യത്തോടാണ് നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറെ പേരെ ഇവിടെ കെട്ടിയിറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ഏറ്റവും വലിയ പക ഇവിടെ ഇപ്പൊ വേറൊരാൾ വന്നിറങ്ങിയിരിക്കുന്നു, വാര്യരെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നു. അടുത്തത് ഒറ്റപ്പാലം വാര്യർക്കാന്ന് ഇപ്പൊ തന്നെ ശ്രുതി അവിടെ പടർന്നു കഴിഞ്ഞു. അതെന്താ വാര്യരെ ഇനിയിപ്പം അപ്പൊ അത്രയും കാലം ഒരുത്തം പോയതിന്റെ സമാധാനത്തിൽ അവിടെ ഇരിക്കുന്ന സരിൻ പോയല്ലോ, ഇനിയിപ്പോ ഞങ്ങൾക്ക് അവിടെ കയറി ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് 2ാംകിട നേതാക്കന്മാർ അവിടെ നടക്കുമ്പോഴാണ് ഈ വാര്യരൊക്കെ വന്ന് ഇറങ്ങുന്നത്. അപ്പൊ സരിനെ കൊണ്ട് ഇറങ്ങി പിന്നെ ഈ മാങ്കൂട്ടത്തിലെ ഇവിടുന്ന് കെട്ടിയിറക്കി അവിടെ കൊണ്ടുവന്ന് കെട്ടിയിറക്കിയപ്പോ ഇവിടുന്ന് തൂക്കി അവിടെ കൊണ്ടുവന്ന് കെട്ടിയിറക്കിയത് ഒരു കാരണവശാലും അവിടുത്തെ നേതാക്കൾ അംഗീകരിക്കില്ല. അടിയിൽ ചരടുവലി നടക്കും. ഞാൻ ഇന്നലെയും ഇവിടുത്തെ ചർച്ചയിൽ പറഞ്ഞു, നിങ്ങൾ ക്രോസ് വോട്ട് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അവിടെ കൃഷ്ണകുമാർ ജയിക്കും. 100% കൃഷ്ണകുമാർ ജയിച്ചു കയറിപ്പോൾ. നിങ്ങൾ ക്രോസ് വോട്ട് ചെയ്തില്ലെങ്കിൽ, ഈ ക്രോസ് വോട്ട് ചെയ്യുന്ന ഉച്ച സമയത്ത് ബൂത്തുകളിൽ പോയി എന്നാണ് ഈ പറയുന്ന സ്ലിപ്പ് കൊടുക്കുന്ന സമയത്തായി പറഞ്ഞു വിടുന്നത്. ബൂത്തിന് ഫ്രണ്ടിലിരിക്കുന്ന സ്ലിപ്പ് കൊടുക്കാനിരിക്കുന്നവരാണ് ഈ പറഞ്ഞെന്ന് മാറ്റിക്കുത്താൻ പറഞ്ഞു വിടുന്നത്. അതായത് പാർട്ടിയുടെ ഉറച്ച വോട്ടുകളെ മാറ്റി വിടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു പരിപാടി ഇതാണ്. ഇപ്പൊ നിയമത്തൊക്കെ നമ്മളിത് ഒരുപാട് തവണ കണ്ടിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ക്രോസ് വോട്ട് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രതികരണത്തിൽ നിന്നും സരിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതായത് CPM-ൽ നിന്ന് ക്രോസ് വോട്ട് നടന്നിട്ടില്ല. അതുകൊണ്ടാണ് സരിൻ ഇത്ര
ആത്മവിശ്വാസത്തിൽ പറഞ്ഞിരിക്കുന്നത്. സരിൻ അതിന് കണക്കുകൾ പറയുന്നുണ്ട്. ഇൻ ഏജന്റുമാരുടെയും ഔട്ട് ഏജന്റുമാരുടെയും ടിക്ക് ചെയ്തുകൊണ്ട് പോകുന്ന വോട്ടർ പട്ടികകളുടെ കണക്ക് കൃത്യമായി സരിൻ പറയുന്നത്. സരിൻ പഠിച്ചിട്ടാണ് പറയുന്നത്. സരിന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ സരിൻ ചിലപ്പോൾ പക്വതയില്ലാതെ സംസാരിക്കുന്നു എന്ന തോന്നൽ ഈ സരിൻ വിരോധികൾക്ക് തോന്നിയാലും സരിൻ ഒന്നും കാണാതെ ഈ കോൺഫിഡൻസോടെ എല്ലാ മാധ്യമങ്ങളോടും വന്നിരുന്ന് സംസാരിക്കുന്നു. ഇന്നലെ വൈകുന്നേരത്ത് അവിടെ നടന്നൊരു ഷോ ഉണ്ട്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ബൂത്തിൽ പോകുന്നതും BJP-കാരെ തടയുന്നതുമായി ബന്ധപ്പെട്ട്. അതിൽ കൃത്യമായി അറിയാം VK ശ്രീകണ്ഠന്റെയോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒന്നും ശരീരഭാഷ ഒരു കോൺഫിഡൻസിന്റേതായിരുന്നില്ല. അവിടെ എന്തോ ഒരു കോൺഫിഡൻസ് കുറവ് സംഭവിച്ചിട്ടുണ്ട്. ശ്രീകണ്ഠന് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ തോക്കുന്നതിനോടാണ് അത് ശ്രീകണ്ഠൻ കൂടാണെന്നാലും ശരി, ശ്രീകണ്ഠന് രാഹുൽ മാങ്കൂട്ടത്തിൽ തോറ്റുപോകട്ടെ, ഇങ്ങോട്ട് വരണ്ടെന്നുള്ള ഒരു കാര്യം. ഈ എവിടെ ചെന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഒന്നാം സ്ഥാനം മേടിച്ചെടുക്കാൻ നോക്കുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ എന്ത് സംഭവമാണെങ്കിലും ഇവിടെ ഈ സെക്രട്ടേറിയറ്റിനോട് അടി നടക്കും കേട്ടോ. അടി നടക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പരിപാടി ഈ പറയുന്ന ബാക്കിയുള്ളവരൊക്കെ പിന്നെ ആ റിജിൽ മാങ്കൂറ്റിയൊക്കെ വന്ന് നടന്ന അടിയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം വന്ന് നടന്ന അടിയുള്ളൂ. അടിയെല്ലാം കൊണ്ട് കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ മാങ്കൂട്ടത്തിൽ വരും, ചാനൽ ക്യാമറ എല്ലാം അടുത്ത് വരുമ്പോൾ, അതായത് അടിയും മറ്റേ ഇത് എറിഞ്ഞ് പൊട്ടിക്കുമല്ലോ, ടിയർ ഗ്യാസ് ഒക്കെ എറിഞ്ഞ് പൊട്ടിക്കുമ്പോഴൊന്നും മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും വിഷയിലേക്ക് കൊണ്ടുവന്ന് നോക്ക്, മാങ്കൂട്ടത്തിൽ കാണൂല. നമ്മുടെയൊക്കെ റഷ് വിഷയിൽ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഞാനൊക്കെ ജോലി ചെയ്ത ചാനലിനകത്തൊക്കെ ഇഷ്ടംപോലെ റഷ് വിഷയിൽ കിടപ്പുണ്ട്. നമ്മൾ ഇതിലെല്ലാം ചെക്ക് ചെയ്യാറുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ പോയെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞ് ചാനൽ, അതായത് സംസാരിക്കാനുള്ള ഒരു അവസരം എത്തുമ്പോൾ മാങ്കൂട്ടത്തിൽ ഒരു കൊച്ചു മാമച്ചനാണ്. അതെ, ഒരു കൊച്ചു മാമച്ചനാണ്. പക്ഷേ ഈ ഷാഫി പറമ്പിൽ, ഞാൻ സീരിയസ്ലി പറയുന്നു ഷാംബ്രോ, എന്റെ ഇത്രയും നാളത്തെ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തനത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം നമ്മളോടൊക്കെ ഇടപെടുന്ന രീതി കൊണ്ടായിരിക്കാം. ഞാൻ കഴിഞ്ഞ വടകരയിൽ പുള്ളി മത്സരിച്ചപ്പോഴും അതിഭീകരമായി പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോ ചെയ്തത്, പുള്ളിയും നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ പുള്ളി പെരുമാറുന്ന രീതി കാര്യം. പക്ഷേ ഈ ഒരു സംഭവത്തോടു കൂടി ഉണ്ടല്ലോ, ഈ പാലക്കാട് അനാവശ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കാണിക്കുന്ന ഒരു വ്യഗ്രതയും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ നേതാവിനോട് മനസ്സിലുണ്ടായിരുന്ന ഒരു സ്നേഹത്തിന് എവിടെയൊക്കെയോ കുറവ് സംഭവിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവും. അല്ല, ആളുടെ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് ആളുടെ ഒരു വാശി പോലെ, അതായത് ഇത് എന്റെ മണ്ഡലമാണ്, എന്റെ മണ്ഡലം എന്ന് പറയാൻ ഷാഫി പറമ്പിൽ എങ്ങനെ സാധിക്കും? 3800 സംതിങ് വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം കഷ്ടിച്ച് തിരിഞ്ഞും മറിഞ്ഞും ഏറ്റവും അവസാനമാണ് രക്ഷപ്പെട്ടു പോയത് ഒരു വിധത്തിൽ. പക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്താണ്? കണ്ണാടി, പിരായിരി, മാത്തൂര്, ഇവിടെ എല്ലാം വോട്ട് കുറവാണ്. കഴിഞ്ഞ തവണ ഈ വർഗീയ ശക്തിയായ BJP അധികാരത്തിൽ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് CPM-ന്റെ ക്രോസ് വോട്ടിംഗ് അവിടെ നടന്നിട്ടുണ്ട്. ഷാഫി പറമ്പിൽ അനുകൂലമായി അവിടെ വോട്ടിംഗ് നടന്നിട്ടുണ്ട്, ഇല്ലേ? പിന്നെ എന്നിട്ടും ക്രോസ് വോട്ടിംഗ് നടന്നു. എന്നിട്ടും ആ ഭൂരിപക്ഷം മാത്രമേ ഷാഫി പറമ്പിൽ അവിടെ ലഭിച്ചുള്ളൂ എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്. അവിടെ ക്രോസ് വോട്ടിംഗ് ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, അവിടെ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടില്ല എന്നുള്ള ഒരു 60% ഉറപ്പ് ഇപ്പൊ ഏകദേശം. കാര്യം സരിന്റെ സംസാരത്തിൽ അത്, അല്ലെങ്കിൽ ഇത്രയും ആത്മവിശ്വാസം സരിൻ അവിടെ കാണിക്കും. സരിൻ വേറൊരു കണക്ക് പറഞ്ഞു രാവിലെ. ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞത് എനിക്ക് 70,000 വോട്ട് ലഭിക്കുമെന്നാണ്. വോട്ടിംഗ് ശതമാനത്തിന്റെ കൂട്ടലിൽ നിന്നാണ് ഞാനത് പറഞ്ഞത്. വോട്ടിംഗ് പോളിംഗ് കഴിഞ്ഞപ്പോൾ അതിന്റെ കിഴിക്കലിൽ നിന്ന് ഞാൻ പറയുന്നു 60,000-നും 62,000-നും ഇടയിലുള്ള വോട്ടായിരിക്കും LDF സ്ഥാനാർത്ഥിയായ എനിക്ക് ലഭിക്കാൻ പോകുന്നത്. 2-ലോ 1-ലോ എത്തും. അങ്ങനെയാണെങ്കിൽ 2-ലോ 1-ലോ എത്തും. UDF-ന്റെ സ്ഥാനം 3-ാം സ്ഥാനത്ത് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 3-ാം സ്ഥാനത്തിൽ നാണം കെട്ട 3-ാം സ്ഥാനത്തേക്ക് UDF പോകുമെന്നാണ് സരിൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നുമില്ലാതൊരു സ്ഥാനാർത്ഥി ഇത് പറയുമ്പോൾ, ഇന്നലെ ഞാൻ BJP-യുടെ അടുത്ത വൃത്തങ്ങളുള്ള 1-2 പേരുമായിട്ട് ഫോണിലൂടെ സംസാരിച്ചു. അവർ ഭയങ്കര കോൺഫിഡൻസിലാണ്. അവർ പറയുന്നത് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആൾ ഞങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ചേർത്ത് നിർത്തിയതാണ്. സത്യമാണ്. ഞാൻ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലെ മാത്രം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. ഞാൻ പോയതാണ്. കുറച്ച് മാധ്യമങ്ങളെ വന്നുള്ളൂ. അത് കാരണം കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക അപൂർവമാണ്. ഓൺലൈൻ മാധ്യമങ്ങളെ ഇവരൊക്കെ അംഗീകരിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഇവരത് അംഗീകരിച്ചപ്പോൾ ഞാൻ എറണാകുളത്ത് വണ്ടി ഓടിച്ച് പാലക്കാട് പോയി പങ്കെടുത്തു. സന്ദീപ് വാര്യരെ സുരേന്ദ്രൻ പിടിച്ച് വിളിച്ചിരുത്തിയിട്ടാണ് ആ വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്നലെ ഞാൻ വിളിച്ചാൾ എന്നോട് ചോദിച്ചു, രോഹിത് കണ്ടതല്ലേ ഞങ്ങൾ എങ്ങനെയാണ് അയാളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, എന്നിട്ടാണ് ഈ പണി കാണിച്ചത്. പക്ഷെ പോയത് ഉപകാരമായി എന്നുള്ളത് വോട്ടെണ്ണുമ്പോൾ മനസ്സിലാവും. കാരണം അവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകർക്ക്, RSSകാർക്ക്, RSS സംവിധാനങ്ങൾക്ക് വലിയൊരു വാശിയായി ഇതിനെ ഏറ്റെടുത്തു. RSSന് അത് വാശിയായി, വലിയ വാശി RSSന് ഉണ്ടായി ഈ കാര്യത്തിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ച ഒരു കാര്യം, ഇവരെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഔട്ട്സ്പോക്കൺ. ഏതാണ്ട് 12 മണിക്കൂർ മിണ്ടാതിരുന്നു. ഇയാൾ പോയി മാലയിട്ടിട്ടും 12 മണിക്കൂർ ഔട്ട്സ്പോക്കണിൽ ഒരു പോസ്റ്റ് വന്നില്ല. പക്ഷേ ഈ 12 മണിക്കൂർ കഴിഞ്ഞ് ഇയാൾ ഈ കാട്ടിക്കൂട്ടിയ പരിപാടികൾ കണ്ടപ്പോൾ ഈ പരിപാടിയുടെ കള്ളത്തരം മുഴുവൻ BJP പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടു, RSSന്റെ പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടു. കുറെ പേർക്ക് ഇയാളോട് സിമ്പതി ഉണ്ടായിരുന്നു. ഇയാൾ അവിടെ പോയി മിണ്ടാതെ, അതായത് ഒരു രാഷ്ട്രീയത്തിലും പോകാതെ ഇയാൾ ഒരു രാഷ്ട്രീയ വനവാസം എന്ന രീതിയിൽ വീടിനകത്ത് അടച്ചിരുന്നെങ്കിൽ BJP ഇപ്പോൾ അവിടെ തോറ്റേനെ, BJP തോറ്റുപോയേനെ. കാരണം BJPയുടെ വോട്ട് തന്നെ
ലീക്കായനെ. പക്ഷേ കഥക് തുറന്നിറങ്ങിയ ഇയാൾ കാട്ടിക്കൂട്ടി പാലക്കാട് നഗരത്തിൽ കാട്ടിക്കൂട്ടിയ പരിപാടി മുഴുവൻ ഓരോ തവണയും BJPക്ക് വോട്ടായി. കാരണം സുരേഷ് ഗോപിക്കെതിരെ ഓരോ തവണ അമ്പ് ചെയ്യുമ്പോഴും അത് സുരേഷ് ഗോപിക്ക് ഒരു പൂവായിട്ടാണ് ചെന്ന് തറച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി അത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയത്. ഒരേ ഒരു മണ്ഡലം മാത്രമാണ് താഴെ പോയത്, ഗുരുവായൂർ മാത്രം. ബാക്കി മുഴുവൻ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്ക് ലീഡുണ്ട്. അതെല്ലാം ഇപ്പോഴും എന്തിനാ, ഒരാളെ വളഞ്ഞിട്ട് തീർത്തു ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സിമ്പതി അത് വോട്ടായി മാറും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇപ്പോൾ സുരേന്ദ്രനോട് ഭയങ്കരമായ ദേഷ്യം പല BJPയുടെ പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. ഞാൻ പലരുടെയും പോസ്റ്റ് കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് അയച്ച് ഫ്രണ്ടാക്കി ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പലരും പോസ്റ്റ് ഇട്ടു, ഈ പാർട്ടിയെ തുലയ്ക്കാൻ ഇറങ്ങിയ ആളാണ് K. സുരേന്ദ്രൻ എന്ന്. പക്ഷേ അവരെല്ലാവരും മാറ്റിയിരിക്കുന്നു. നമുക്ക് താഴെ വരുന്ന കമന്റിൽ ചിലരൊക്കെ ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആദ്യം എനിക്ക് ഈ സന്ദീപ് വാര്യരോട് ഒരു ഇതുണ്ടായിരുന്നു, അനുകമ്പ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയെന്ന്. കാരണം കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികൾ ഈ സന്ദീപ് വാര്യരെ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ സന്ദീപ് വാര്യരെ വിളിച്ചു വരുത്തി ഞങ്ങൾ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അന്ന് വർക്ക് ചെയ്യുന്ന ചാനൽ. കാരണം അന്ന് നമുക്കുണ്ട് സുരേന്ദ്രൻ എന്താണ് ഈ കാണിക്കുന്നത്, ഇത്രയും നല്ലൊരു നേതാവിനെ, ഇത്രയും നന്നായി സംസാരിക്കുന്ന ഒരു നേതാവിനെ ഇങ്ങനെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ സുരേന്ദ്രനായിരുന്നു ശരി, അല്ലെങ്കിൽ ആ പാർട്ടി നിലപാടുകളായിരുന്നു ശരി എന്ന് കാലം തെളിയിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ സരിൻ പാർട്ടി മാറിപ്പോയതുപോലെ അല്ല സന്ദീപ് വാര്യരുടെ ഒരു. അതെ 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 സരിന് പറയാൻ സരിൻ്റെതായ കാരണങ്ങളുണ്ട് അവിടെ. അറ്റ്ലീസ്റ്റ് സരിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ പോലും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരാൾക്കായിരുന്നു ആ സീറ്റെങ്കിൽ ഉറപ്പായും ഒരുപക്ഷെ സരിൻ പോകില്ലായിരുന്നു, അല്ലെങ്കിൽ പാർട്ടി ആ രീതിയിൽ സംസാരിച്ചിരുന്നെങ്കിൽ പോകില്ലായിരുന്നു. സരിന് എന്തോ വല്ലാത്ത ദേഷ്യമാണ് VD സതീശനോടും ഈ പറയപ്പെടുന്ന ഷാഫി പറമ്പിലിനോടും ഒക്കെ കാണുന്നത്. അതിൽ VD സതീശനോടാണ് കൂടുതൽ കാണിക്കുന്നത്. അതിൽ സരിൻ ചോദിക്കുന്ന ഒരു സാധനമുണ്ട്, പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഒക്കെ കാണിച്ചതുപോലെ ഇവിടെ വന്ന് ഷോ കാണിച്ച് ഇത് മൊത്തം എന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് എന്ന് പറഞ്ഞ് അങ്ങ് പോകാമെന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷെ ഇത് പാലക്കാടാണ്, പുള്ളിക്ക് സ്ഥലം മാറിപ്പോയി എന്ന് സരിൻ കൃത്യമായി പറയുന്നു. പിന്നെ സരിന്റെയും ഭാര്യയുടെയും വോട്ടർ പട്ടികയിലെ വോട്ട് വ്യാജ വോട്ടാണ് എന്ന് പറഞ്ഞ VD സതീശന്റെ ഒരു പ്രസ്താവനയുണ്ട്. പിന്നീട് അതിനെപ്പറ്റി അദ്ദേഹം ചോദിക്കുന്നത്, എന്നിട്ട് എന്താണ് ഞങ്ങൾ ഇന്നലെ വോട്ട് ചെയ്യാൻ പോയപ്പോൾ അടുത്ത് ഇന്നേജന്റിനെ ചലഞ്ച് ചെയ്യാഞ്ഞത്? എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആരോപണം നിലനിൽക്കെ അവിടുത്തെ ഇന്നേജന്റോ ഔട്ട് ഏജന്റോ ആരെങ്കിലും ആവട്ടെ, ഇവരെന്തുകൊണ്ട് ചലഞ്ച് ചെയ്തില്ല? ഡോക്ടർ സരിനും ഡോക്ടർ സൗമ്യ സരിനും ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റില്ല, ഇത് ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരതാമസക്കാരല്ല എന്ന് പറഞ്ഞാൽ എന്താ ചലഞ്ച് ചെയ്യുന്നത്? ഇത് ഇത്രയും ഇദ്ദേഹം നിയമം പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അയാൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അല്ല, ഞാൻ പറയുന്നത് സരിന്റെ വാക്കുകളാണ്. VD സതീശനെ പറ്റി പറയാണ്. ഞാൻ നാമനിർദ്ദേശ പത്രിക കൊടുത്തപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ എന്റെ ക്രമ നമ്പർ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് വെച്ച് ഭരണാധികാരി അംഗീകരിച്ചതാണ് എന്റെ നോമിനേഷൻ. ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു എന്റെ നോമിനേഷൻ. ആ ഇലക്ഷൻ കമ്മീഷൻ നോമിനേഷനും അംഗീകരിച്ച് വോട്ടർ പട്ടികയിൽ പേരുള്ള ആ വോട്ട് വ്യാജ വോട്ടാണെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ശുദ്ധ മണ്ഡലമാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് മിണ്ടാതിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സരിന്റെ ആ ഒരു നിലപാടിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണഗതിയിൽ ഈ പാർട്ടിയൊക്കെ മാറി കഴിഞ്ഞാൽ അതങ്ങ് വിട്ടു, അതങ്ങ് പോയി. പക്ഷെ ഇപ്പോഴും സരിന്റെ സംസാരത്തിൽ ആ കോൺഗ്രസിനോടുള്ള സ്നേഹമുണ്ട്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി സരിൻ ജയിച്ചാൽ UDFില് ഒരു ശുദ്ധികലശം നടക്കുമെന്നും പ്രതിപക്ഷ നേതാവും ബാക്കിയുള്ളവരൊക്കെ മാറേണ്ടി വരുമെന്നൊക്കെയാണ് സരിൻ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നല്ലതിനാണ്, അങ്ങനെയെങ്കിലും ആ സംഘടന നന്നാകട്ടെ എന്ന് സരിൻ പറയും. സരിന്റെ മനസ്സിൽ ഇപ്പോഴും അവിടെയാണ് സരിനെയും സന്ദീപ് വാര്യരെയും ഒരുമിച്ച് കെട്ടാൻ പറ്റാത്തത്. ഒരിക്കലും സന്ദീപ് വാര്യരെ ഒരിക്കലും ഒരു പണ്ടെങ്ങോ SFI ആണ്. ഞാൻ ഒരു ചർച്ചയിൽ പറഞ്ഞു, സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരും SFI ആണ്. അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ SFI എല്ലാവരും SFI ആണ്, എല്ലാ ആൾക്കാരും SFI ആണ്. ഇപ്പം ഞാൻ പണ്ട് SFI ആയിരുന്നു, പിന്നെ ഞാൻ BJP പോയി 20 വർഷം ഞാനിവിടെ കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്. ഈ രാഖിച്ചരട് മുറിച്ചപ്പോ ഈ ആദർശങ്ങൾ മുഴുവൻ അതോടെ മുറിച്ചു കളഞ്ഞു എന്നാണ് പുള്ളിയുടെ വിചാരം. ഇത് പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയ ഫീഡ്സിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത എല്ലാ സ്ക്രീൻഷോട്ട് ഉണ്ട്. അതെ, ഡിലീറ്റ് ചെയ്ത അതും വാർത്തയാണ്. അതെ. എന്തായാലും പാലക്കാട് വലിയ കോലാഹലങ്ങൾ, വലിയ പ്രചരണങ്ങളുടെ അവസാനം ഇന്നലെ പാലക്കാടൻ ജനത ഇതൊന്നും കാര്യമാക്കിയിട്ടില്ല എന്നാണ് ഈ വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും കാത്തിരിക്കാൻ 2 ദിനരാത്രങ്ങൾ കൂടി എന്താണ് സംഭവിക്കുക. ചിലർ പക്ഷേ ഒന്നും സംഭവിക്കാതെ ഇതങ്ങ് കടന്നുപോകും. ഒരാൾ ജയിക്കും, ഇത് സാധാരണഗതിയിൽ കടന്നുപോകും. പക്ഷേ ഇവരൊക്കെ പറയുന്നത് പോലെയാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ 3ാം സ്ഥാനത്തേക്കാണ് മാറ്റപ്പെടാൻ പോകുന്നതെങ്കിൽ, അത് BJPയുടെ ഒരു വലിയ കയറ്റത്തിനും UDFിലെ വലിയ വിപ്ലവ കോലാഹലങ്ങൾക്കുള്ള നാന്ദി കുറിക്കലുമായി മാറും. തീർച്ചയായും.